ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു കിടിലൻ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് പെരിഞ്ജീരകമാണ്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് മോസ്റ്റ്ലി നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റാണ്. നമ്മൾ ബിരിയാണിയിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ മസാല കൂട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു ബ്യൂട്ടി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് പെരിഞ്ജീരകം, പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. നാടൻ തേൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ കേടാണ് കേട്ടോ ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത്. തൈരോ മോരോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഐറ്റം കൊണ്ട് നമുക്കൊരു കിടിലനായിട്ടുള്ളൊരു പാക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഫേസിലുള്ള എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എല്ലാം മാറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതായത് നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, പിമ്പിൾസ് കൊണ്ട് നമുക്ക് വരുന്ന മാർക്കുകൾ, അതുപോലെ തന്നെ നമുക്ക് ഫേസിൽ ഉണ്ടാവുന്ന കറുത്ത പാടുകൾ, പുള്ളികൾ, കരിമംഗല്യം, അങ്ങനെ എല്ലാ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഫേസിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടും, അതുപോലെ തന്നെ ഫേസ് നല്ല ക്ലിയർ ആവും, നല്ല ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട പോലെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമുക്കതിന് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളിവിടെ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചതിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കൂടുതലെടുത്ത് വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് പെരിഞ്ജീരകം ഇതവിടെ നന്നായിട്ട് വറുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക, ഗ്യാസിൽ വെച്ചിട്ട് അതിന് ശേഷം അതിലോട്ട് ഇതാ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. ഇതാ കണ്ടില്ലേ. ഇതാ എന്നിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. ഇത് പെട്ടെന്ന് ചൂടായി കിട്ടും, വലിയ സമയമൊന്നും എടുക്കില്ല. അങ്ങനല്ലോ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ ഒരു ലൈറ്റ് പച്ച പോയിട്ട് ഒരു ചെറുപയർ പച്ച കളറിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ. ജസ്റ്റ് ഓരോന്ന് പൊട്ടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. അതുവരയ്ക്കും ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരിടത്ത് തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് കരിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു മണമൊക്കെ വരും കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇതാ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കും. നന്നായിട്ടൊന്ന് ഫ്രൈ ആയാലേ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ചേരുവകളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഏകദേശം കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു പാകത്തിൽ നമ്മൾ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആറട്ടെ. ഇപ്പം തന്നെ മാറ്റണമെന്നില്ല കേട്ടോ പ്ലേറ്റിലോട്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഇതിലൊരു പാനിലൊരു ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് നന്നായിട്ട് ബാക്കി പൊട്ടാത്ത പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്നവരയ്ക്കും നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം, എന്നിട്ട് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ല. നമ്മളതുപോലെ തന്നെ മിക്സിൻ്റെ ജാറിൽ പൊടിക്കുന്ന സമയത്ത് ജാറ് നന്നായി തുടച്ചിട്ട് വേണം പൊടിക്കാൻ. ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ പെരിഞ്ജീരകം നല്ല ഫൈൻ പൗഡറാക്കി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സി ജാറിൽ. വെള്ളം ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നന്നായി ഒന്ന് തുടച്ചതിന് ശേഷം പൊടിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൂപ്പിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മളൊരു ബോട്ടിലാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട സമയത്തെല്ലാം ഈ പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ സമയത്തും ഈ പെരിഞ്ജീരകം ഇതുപോലെ വറുത്ത് പൊടിച്ച് നമുക്ക് എടുത്ത് വെക്കുന്നത്, നമുക്ക് അപ്ലൈ ചെയ്യണം, പാക്ക് ഉണ്ടാക്കണം തോന്നുന്ന സമയത്തൊക്കെ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് ഒരു ഫൈൻ പൗഡറാക്കി
ഒരു ബോട്ടിലാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും പാക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മിക്സി ജാർ ഒന്ന് നന്നായിട്ട് വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തി തുടച്ചതിന് ശേഷം മാത്രം ഒന്ന് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ വറുക്കേണ്ട പാകം ഒന്ന് നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ഏതൊക്കെ ടൈപ്പ് സ്കിന്നുകാർക്കാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. 4 ടൈപ്പ് സ്കിന്നുകാർക്കും ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സ്കിന്നുകാർക്കും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പാക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ബൗൾ എടുത്ത് വെക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ കണ്ടില്ലേ? അപ്പം നമുക്കിതിൽ നമ്മുടെ ഫേസിനും നെക്കിനും ആവശ്യമായിട്ടുള്ള പെരിഞ്ജീരകം പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. എന്താ കണ്ടില്ലേ? ഈ ഒരു അളവിന് നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫേസിനും നെക്കിനും ആവശ്യമുള്ളത് മതി. ഇനി നമുക്ക് ഞാൻ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിയ കേടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മോരോ തൈരോ വീട്ടിലുണ്ടാക്കണമൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് ഹണിയാണ്, തേന്. അതൊരു 1/4 സ്പൂൺ മതി. എന്നിട്ട് നന്നായി ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ കണ്ടില്ലേ? ഇത് നമുക്ക് ഫേസിൽ അതുപോലെ തന്നെ നെക്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നോർമൽ സ്കിന്നുകാർക്കാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ തേന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. തേനിന് പകരം നിങ്ങൾ ഈ ഒരു തൈര് മാത്രം യൂസ് ചെയ്യുക. തേൻ നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കേട് അല്ലെങ്കിൽ തൈരോ മോരോ പാലൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഫേസിൽ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും ഈ ഒരു തൈര് ചേർന്നൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ, ഓയിലി സ്കിന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തേന് മാത്രം യൂസ് ചെയ്യാം. ഈ ഒരു കേട് നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഇനി ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇത് നമ്മൾ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യരുത്, നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു കളർ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് ചെയ്ത് റൗണ്ട് മസാജ് ഒന്ന് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ അങ്ങനെ തന്നെ വെക്കണം. നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ, അലർജി ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാവുള്ളൂ. നമ്മുടെ ഫേസ് ആണ്, അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഏതും ചെയ്യാനായിട്ട്. നമുക്ക് അലർജി എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ചേരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കയ്യിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്തു കൊടുക്കുക. ഇനി സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണെങ്കിൽ ഈ പൗഡർ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്തു കൊടുക്കാവുള്ളൂ. അവർക്കും ഈ പറഞ്ഞ പോലെ 3ഉം യൂസ് ചെയ്യാം. തേനാണെങ്കിലും കേടാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ജീരകത്തിൻ്റെ പൊടിയും നമുക്ക് യൂസ് ചെയ്യാം. 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ജീരകത്തിൻ്റെ പൊടി നന്നായിട്ട് പൗഡർ ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ സെൻസിറ്റീവ് സ്കിന്നുകാർ ചെയ്യാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കയ്യിൽ ചെയ്തു കൊടുക്കുക. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പെട്ടെന്ന് അലർജി വരാനുള്ള സാധ്യത ഉണ്ടാവും, റെഡിഷ് ആവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫേസിൽ ഇത് 5 മിനിറ്റ്സ് മസാജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 5 മിനിറ്റ്സ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മുകളിലോട്ട് മസാജ് ചെയ്യണം. താഴോട്ട് ഇങ്ങനെ ചെയ്യരുത്. മുകളിലോട്ടാണ് നമ്മൾ മസാജ് കൊടുക്കേണ്ടത്. ഇങ്ങനെ മുകളിലോട്ട്. അപ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ലിഫ്റ്റ് ആവുക. അല്ലെങ്കിൽ നമ്മൾ സ്കിന്ന് തൂങ്ങാനുള്ള സാധ്യതയുണ്ട്. കവിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചീക്സൊക്കെ ഒന്ന് തൂങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും മുകളിലോട്ട് മസാജ് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സ് മസാജ് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് സ്കിന്നിൽ അത് അങ്ങനെ വെക്കുക. അപ്പോൾ ഒന്ന് ഡ്രൈ ആവും. ആ ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ച് കൊടുക്കുക. അതിന് ശേഷം ഫേസിൽ ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇനി റോസ് വാട്ടർ വീട്ടിൽ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് റോസ് വാട്ടർ ഇതിൻ്റെ മേലെ, ഈ പാക്കിൻ്റെ മേലെ ഫേസിലും നെക്കിലും ആയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് റൗണ്ട് മസാജ് കൊടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയുക. ഇത്രയും ചെയ്താൽ മതിയാവും. ഇനി ഐസ് ക്യൂബ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ് കൊണ്ട് ഒന്ന് ഈ ഒരു പാക്കിൻ്റെ മുകളിലൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഐസ് ക്യൂബിന്. അതിനുശേഷം ഒന്ന് നന്നായി മസാജ് ചെയ്തിട്ട്
വാഷ് ചെയ്ത് കളയാം. ഒരുപാട് നേരം മസാജ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരു 2 മിനിറ്റ്സ് ഒക്കെ മസാജ് ചെയ്താൽ മതിയാവും ഫുള്ളൊന്ന്. അതിനുശേഷം ഒന്ന് വാഷ് ചെയ്ത് പ്ലെയിൻ വാട്ടറിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫേസിലുള്ള ടാൻ, അതുപോലെ തന്നെ പിമ്പിൾസ് കൊണ്ടുണ്ടാവുന്ന ആ ഒരു ബ്ലാക്ക് മാർക്ക്, അതുപോലെ തന്നെ കരിമംഗല്യം, കറുത്ത പാടുകൾ, അങ്ങനെ കുറേ ഫേസിനുള്ള എല്ലാ പ്രോബ്ലംസും മാറാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നമ്മൾ ഫീൽഡിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടാനൊക്കെ നമ്മുടെ ഫേസിൽ കറക്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ വൈകിട്ട് വീട്ടിലൊന്ന് വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പക്ക റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പം നമ്മുടെ പെരുംജീരകം ഫേസ് പാക്ക് ഓരോ സ്കിന്നുകാർക്കും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.